ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്തിനാണ് അമുസ്ലിങ്ങളുടെ ആഘോഷങ്ങളോടും ആരാധനകളോടും ഉത്സവങ്ങളോടും ഇത്രയധികം അസഹിഷ്ണുതയോടുകൂടി ഒരു മതവിഭാഗം പെരുമാറുന്നത്? അവരുടെ മതവിശ്വാസം എത്രമാത്രം അവർക്ക് മഹത്തായതാണോ അതുപോലെ തന്നെയാണ് അപരന്റെ മതവിശ്വാസവും എന്ന് ചിന്തിക്കാൻ ഇവർക്ക് സാധിക്കാതെ പോകുന്നത്. ചെറിയ പ്രായത്തിലെ മദ്രസ തലം മുതൽ ഇവരുടെ ബ്രെയിനിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന അന്യമത വിരോധം ഒന്നുകൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വീട്ടിൽ കാത്തുവെച്ചോളൂ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്ന് മുദ്രാവാക്യം വിളിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇവിടെ രഹസ്യമായ ചില അജണ്ടകളാണ് നടപ്പിലാക്കപ്പെടുന്നത്. അതെ, ഞങ്ങൾ മാത്രമാണ് ഈ ലോകത്ത് ശരിയാവണ്ണമുള്ള മതവിശ്വാസികൾ, ഞങ്ങൾ മാത്രം മതി ഈ ലോകത്ത്, മറ്റതെല്ലാം അധികപ്പറ്റാണ്. അള്ളാഹുവിന്റെ വായുവും അള്ളാഹുവിന്റെ വെള്ളവും അള്ളാഹുവിന്റെ ലോകവും, അതിനകത്ത് അള്ളാഹുവിനെ ആരാധിക്കാത്ത, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കൃത്യങ്ങൾ ചെയ്യുന്ന ഒരാളും വേണ്ട എന്ന് മദ്രസ തലം മുതൽ ഇവർ അത്തരം ഒരു വിരോധം ഇവരുടെ തലച്ചോറിലേക്ക് ഊട്ടി ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്തെല്ലാം സംഭവങ്ങളാണ് ഇടയ്ക്കിടയ്ക്ക് വ്യത്യസ്തമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇവർക്ക് എന്തിനാണ് ഇത്രയും അസഹിഷ്ണുത? ഇപ്പതാണ്ടേ ക്ഷേത്രത്തിനകത്ത് അതിക്രമിച്ച് കയറി വിഗ്രഹം തകർത്ത ഒരു മതഭ്രാന്തനെ നാട്ടുകാരെല്ലാം കൂടി പിടികൂടി കെട്ടിവെച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ഫരീദ്പൂർ നഗറിലെ കാളി ക്ഷേത്രത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. മുഹമ്മദ് മിറാജുദ്ദീൻ ആണ് ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി നിർമ്മാണത്തിലിരുന്ന സരസ്വതി ദേവിയുടെ വിഗ്രഹം നശിപ്പിച്ചത്. ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല. ഫെബ്രുവരി 3-ാം തീയതി പ്രതിഷ്ഠ നടത്താനിരുന്ന വിഗ്രഹമാണ് തച്ച് തകർത്തത്. രാത്രിയാണ് ഇയാൾ ക്ഷേത്രത്തിലേക്ക് അതിക്രമിച്ചു കടന്നത്. ശബ്ദം കേട്ട പരിസരവാസികളായ വിദ്യാർത്ഥികളാണ് അക്രമിയെ പിടികൂടിയത്. ഇയാളെ പിന്നീട് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ഇയാൾ നേരത്തെയും ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഫരീദ്പൂർ ഇസ്കോൺ ക്ഷേത്രത്തിലെ സരസ്വതി വിഗ്രഹം നശിപ്പിച്ചതിലും മിറാജുദ്ദീൻ ഉൾപ്പെട്ടിരുന്നു. ഈ സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും മാനസിക അസ്ഥിരത എന്ന കാരണം കാണിച്ച് ഇയാളെ വെറുതെ വിടുകയായിരുന്നു. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന്റെ പിന്തുണയോടുകൂടി ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം തുടരുകയാണ് ഇപ്പോഴും. ക്ഷേത്രങ്ങളും ആക്രമണങ്ങളുമൊക്കെ വ്യാപകമായി തകർക്കപ്പെടുന്നു. പ്രാദേശികമായി പ്രതിരോധം തീർത്താണ് ഹിന്ദുക്കൾ അവരുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നത്. ആക്രമണത്തിന് നേതൃത്വം നൽകുന്ന ഇസ്ലാമിക തീവ്രവാദി സംഘടനകൾക്കെതിരെ സർക്കാരിന് മൃദു സമീപനമാണ് എന്നാണ് ആരോപണം ഉയരുന്നത്. ഇതിനു മുമ്പാണ് കേരളത്തിനകത്ത്, എവിടെയാണ്, തൃശ്ശൂര്, ഒരു ക്ഷേത്രത്തിനകത്ത് കയറി അവിടുത്തെ പ്രതിഷ്ഠയോ വിഗ്രഹമോ വഞ്ചിയോ ഒക്കെ മോഷ്ടിച്ച് ആ കുളത്തിനകത്ത് തന്നെ മുങ്ങിത്താന്നു. എന്തോ ഒരു വിഗ്രഹം, ഒരു സ്വർണം പൂശിയത് അതെടുത്ത് ആ കുളത്തിനകത്ത് എറിയുകയും ചെയ്തു എന്ന റിപ്പോർട്ട്. കണ്ണൂരാണ് ചാണകമെറിഞ്ഞത് ക്ഷേത്രത്തിനകത്ത്. മറ്റൊരു ക്ഷേത്രത്തിന്റെ മതിലില് കാളയെ കശാപ്പ് ചെയ്തിട്ട് അതിന്റെ തല കൊണ്ടുവച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് മുഹമ്മദ് മുസ്തഫ ക്രിസ്ത്യാനിയുടെ മതവികാരം വ്രണപ്പെടുന്നതൊന്ന് ലൈവായി കാണണമെന്ന് കക്ഷിക്ക് ഒരു ആഗ്രഹം തോന്നി. ബൈബിള് കത്തിച്ചു. ബൈബിള് കത്തിക്കാൻ ശ്രമിച്ചിട്ട് പലവരും സാധിക്കാതെ വന്നപ്പോൾ ആള് എണ്ണയൊഴിച്ച് ഗ്യാസിനകത്തു നിന്നൊക്കെ കത്തിച്ചെടുത്തു. എന്തൊക്കെയോ ഇന്ധനം വേറെയും അതിനകത്ത് ഒഴിച്ചു. ആ വീഡിയോ അയാളുടെ ഫോണിൽ ചിത്രീകരിക്കുന്നു. അഡ്രസ്സും ഫോൺ നമ്പറും അയാളുടെ വീട്ടിലേക്കുള്ള ലൊക്കേഷനും ഒക്കെ പറഞ്ഞു വെച്ചിട്ട് അത് വൈറലാക്കുന്നു. ഒന്നടങ്കം മുസ്ലിം വിശ്വാസികൾ അത് ഏറ്റെടുക്കുന്നു, അത് നടപ്പിലാക്കുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇതാ ഗുരുവായൂരില് തുണി പൊക്കുന്നു, ഒരു മുടി പറിച്ചെടുക്കുന്നു, തുളസിത്തറയിലേക്ക് എറിയുന്നു. അപ്പോ നമ്മുടെ മതവിശ്വാസം പോലെ തന്നെയാണ് അപരന് അവന്റെ മതവും വിശ്വാസവും എന്ന് അംഗീകരിക്കാൻ സാധിക്കാത്ത ഇവർ എങ്ങനെയാണ് ഇവരുടെ വിശ്വാസങ്ങളെ, ഇവരുടെ വിശ്വാസ പ്രമാണങ്ങളെ ബഹുമാനിക്കാൻ ഇവർക്ക് എങ്ങനെ കഴിയും എന്നതൊരു ചോദ്യമാണ്. ഇപ്പോ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കുന്ന ഒരു കുഴപ്പമില്ല. പക്ഷെ കുംഭമേള ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ്. ശബരിമല, ആറ്റുകാൽ പൊങ്കാല, എന്തിനാണ് ഇവരിങ്ങനെ ഇത്രയും അസഹിഷ്ണുതയോടുകൂടി കാണുന്നത്? പാകിസ്ഥാൻ അല്ലല്ലോ, ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നാനാത്വത്തിൽ ഏകത്വം കളിയാടുന്ന ഈ രാജ്യത്ത് ഇവരിങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇവരേത് രൂപത്തിലുള്ള അസഹിഷ്ണുതയായിരിക്കും പ്രാവർത്തികമാക്കുന്നത്?
അത് തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടത്. ന്യൂനപക്ഷ വിരുദ്ധ സമരം അഥവാ സംവരണ വിരുദ്ധ പ്രക്ഷോഭം എന്ന രൂപത്തിൽ വിദ്യാർത്ഥികൾ തുടങ്ങിയ ഒരു പ്രക്ഷോഭം ഏത് രൂപത്തിലുള്ള കൊലപാതകങ്ങളിലും കലാപങ്ങളിലുമാണ് അത് അവസാനിച്ചത്. വിദ്യാർത്ഥികൾ തുടങ്ങിയതാണ്. അതുപോലെ ഒരു കലാപം ഇവിടെയും ഉണ്ടാക്കാൻ ശ്രമിച്ചു. നിർമ്മല കോളേജിൽ ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഞങ്ങൾക്ക് ഹിജാബ് വേണം, മതവേഷം വേണമെന്ന് പറഞ്ഞിട്ട് അവിടെയും ഇവരിതുപോലെ ശ്രമിച്ചു. ഇപ്പോഴിതാ ഇടകലരരുത്, ആണും പെണ്ണും ഇടകലർന്നാൽ ഞങ്ങളുടെ ഇസ്ലാം ഇടിഞ്ഞു പോകും എന്ന് പറയുന്ന മതവിഭാഗത്തിന്റെ ആളുകൾ. ഞങ്ങൾ ഭരണഘടനയുടെ സമത്വം അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് ശരീഅത്ത് നിയമമാണ് ബാധകം എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ഈ കേരളത്തിൽ. പിന്നെ ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും ഒക്കെ കാര്യം പറയാനുണ്ടാവുമോ? പ്രത്യേകിച്ച് അവരുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ എന്തോ പറയാനാ? ഇപ്പൊ ബംഗ്ലാദേശില് ഇസ്കോൺ നമുക്കറിയാം, അവര് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്. തിരുവനന്തപുരം RCCയിൽ അടക്കം, മെഡിക്കൽ കോളേജിൽ അടക്കം ഭക്ഷണം വിതരണം ചെയ്യുന്ന സംഘടനയാണ് അവരുടേത്. അവരുടെ നേതാവായ ചിന്മയി കൃഷ്ണദാസ് ഈ പീഡിപ്പിക്കപ്പെട്ട ജനതയ്ക്കു വേണ്ടി ശബ്ദമുയർത്തി എന്ന കാരണത്താൽ ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികൾ പ്രതിഷേധത്തിന് ഉയർന്നില്ല, അവർ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അവര് നിയമപരമായ മാർഗങ്ങൾ തേടുകയാണ് ചെയ്തത്. കാരണം അവര് ചെറിയ പ്രായത്തിലെ ബുദ്ധിയും വിവരവും ഒക്കെ ഊട്ടി ഉറപ്പിക്കപ്പെടുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ഒരു ഭയവുമില്ല. അവർക്ക് ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ വിശ്വാസവുമാണ്. അതിനനുസരിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ബൈബിൾ കത്തിച്ച മുഹമ്മദ് മുസ്തഫയെ കൈകാര്യം ചെയ്യാൻ ക്രിസ്ത്യൻ സഭാ മേലധ്യക്ഷന്മാരൊന്നും ആഹ്വാനം ചെയ്തില്ല. തന്നെയുമല്ല, ഒരു ക്രിസ്ത്യൻ രാജ്യവും ആ രാജ്യത്തുള്ള മുസ്ലിങ്ങളെ ഇതിന്റെ പേരിൽ പീഡിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഒരാളും ആ രൂപത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. അതേപോലും ഇവരുടെ കാര്യങ്ങൾ അങ്ങനെയാണ്. സ്വീഡനിലെ ഒരാൾ ഖുർആൻ കത്തിച്ചതിന്റെ പേരിൽ മുഹമ്മദ് മുസ്തഫ ഇവിടെ ബൈബിള് കത്തിക്കുന്നു. ആ സ്വീഡന്റെ ഒരു പൗരനാണ് അങ്ങനെ ചെയ്തത്. ഒരു പൗരൻ അങ്ങനെ ചെയ്തതിന്റെ പേരിൽ എല്ലാ അറബ് രാജ്യങ്ങളും സ്വീഡനെതിരെ പ്രതിരോധം ഏർപ്പെടുത്തുന്നു. അപ്പൊ ഇവരുടെ അസഹിഷ്ണുത എത്ര മാത്രമുണ്ട് എന്ന് ചിന്തിച്ചു നോക്ക്, നമുക്ക് മനസ്സിലാവും. ഇവരുടെ മതം ഇവർക്ക് പ്രിയപ്പെട്ടതാണ്, മഹത്വമാണ്. പക്ഷേ മറ്റൊരു മതങ്ങളെയും മറ്റൊരു മതങ്ങളുടെ വികാരങ്ങളെയും ഒരു മതത്തിന്റെ വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇവർ അംഗീകരിക്കില്ല. ഇവർക്ക് അതിനെയൊക്കെ അസഹിഷ്ണുതയോടുകൂടി കാണാനേ സാധിക്കും. അതുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ക്ഷേത്രങ്ങൾ ദ്രുതഗതിയിൽ തകർക്കപ്പെട്ടത്. ഇവിടെയും അതുപോലെ തന്നെ എത്രയോ ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്ത് ഇവർ മസ്ജിദുകളാക്കി മാറ്റിയത് എന്തിന്റെ പേരിലാ? ഈ അസഹിഷ്ണുത മാത്രമാണ്. അപ്പോൾ പിന്നെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഞങ്ങൾ മാത്രം മതി എന്ന് ശ്രദ്ധിക്കുന്നവർ ഇസ്ലാമിക രാജ്യത്തെ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചാൽ മതി. നന്ദി.